എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. പാലക്കാട് ജോബീസ് മാളിലാണ് ഞങ്ങൾ ഇതാണ് സെലക്ട്.
അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു നടന്നു. അപ്പോൾ കഴിക്കണം എന്ന് കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജോബീസിലെ തന്നെ ഫുഡ് പാർക്കിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത് നിങ്ങൾക്ക്. അപ്പോൾ പൊറോട്ട പിന്നെ ബട്ടർ പനീർ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെന്താ ബിരിയാണി റൈസ് മാത്രമേ വാങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നോണൊന്നും കഴിക്കാത്തത് കാരണം എനിക്കും വേണമെന്ന് തോന്നിയില്ല നോണൊന്നും. അപ്പോൾ ഒരു പ്ലെയിൻ റൈസ് കൂടി വാങ്ങി ബിരിയാണി. ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ 2 മഗ് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഗ്ലാസ് മഗ് വാങ്ങി പറഞ്ഞില്ലേ, അതാണ് ഇത്. അപ്പോൾ 2 പീസ് ഉണ്ട്. അപ്പോൾ ഇത് തുറന്നു കാണിച്ചു തരാം. ഇതാണ് ഗ്ലാസ് കേട്ടോ. രണ്ടിനും കൂടി 175 ആണ് പറഞ്ഞത്. നന്നായിട്ടുണ്ടോ ഗ്ലാസ്? 155 ആണോ? 155. അപ്പോൾ അതിൻ്റെ ആ ഹാൻഡിലൊക്കെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ച് വെക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ. എങ്ങനെ, നന്നായിട്ടുണ്ടോ? ഇങ്ങോട്ട് തിരിച്ച് വെക്കേ, ഇപ്പോഴല്ലേ കാണുള്ളൂ. അപ്പോൾ ഇതാണ് ഗ്ലാസ്. അത്യാവശ്യം നല്ലോണം രാവിലെ കുടിക്കാനുള്ളത് വേണം. എനിക്ക് ഇത്രയും വലിപ്പമുള്ള ഗ്ലാസ് വലിപ്പം വേണം. നല്ല ക്വാണ്ടിറ്റി കുറവാണെങ്കിലും, ക്വാണ്ടിറ്റി ഞാൻ ഏകദേശം ഇതിലൊരു 3/4 കപ്പൊക്കെ കുടിക്കട്ടോ ചായ. രാവിലെ എനിക്കത് മസ്റ്റാണ്. ഇനി അടുത്തത്
അടുത്തത് വന്നിട്ട് ഞാൻ ശരിക്കും ആവശ്യപ്പെട്ടത് മൈസൂർ സാൻഡൽ സോപ്പായിരുന്നു. പക്ഷെ അത് സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പോൾ പിന്നെ പേഴ്സാണ് വാങ്ങിയത്. ഇതിൽ മൂന്നെണ്ണമാണോ ഉള്ളത്? രണ്ടെണ്ണമാണ്. അതിൽ ഒന്ന് ഫ്രീ ആണ് അല്ലേ? അതിൽ എഴുതിയിട്ടുണ്ട് ഗെറ്റ് 500 grams, ഗെറ്റ് 125 grams ഫ്രീ. പിന്നെ ഇതൊരു ഹെയർ സിറമാണ് കേട്ടോ. ഹെയർ സിറം ഇത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം നനഞ്ഞ മുടിയിൽ ചെറിയൊരു വെറ്റ്നസ് ഉണ്ടാകുമല്ലോ, ആ മുടിയിൽ ഒരു 2 ഡ്രോപ്സ് കയ്യിൽ എടുത്തിട്ട് അതൊന്ന് തിരുമ്പി ഒന്ന് പതിപ്പിച്ച ശേഷം മുടിയിലെല്ലാവിടെയും അതൊന്ന് അപ്ലൈ ചെയ്താൽ മതി. മുടിക്ക് നല്ല ഷൈനിങ് ആയിരിക്കും. അതാണ് കേട്ടോ. ഇപ്പോൾ പിയേഴ്സ് സോപ്പിന് എത്ര രൂപ വരുന്നുണ്ട്? 259 കേട്ടോ. 2 സോപ്പ്, ഒന്ന് ഫ്രീ ആണ്. 259. ഇത് 55 ആണ്. ഈ ഹെയർ സിറം വന്നിട്ട് 55 ഉള്ളൂ കേട്ടോ. പക്ഷെ അത് എത്ര ഗ്രാം ഉണ്ട്? 25 ഗ്രാം ആണോ? ml മില്ലിഗ്രാം അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ. അതിനാണ് 55 വന്നിരിക്കുന്നത്. ഇത് പിന്നെ ഒരു ആഗ്നയ്ക്കുള്ള ക്രീമാണ് കേട്ടോ. ഇത് തുറന്ന് കാണിക്കുക. ഇത് എത്ര രൂപ വരുന്നുണ്ടറിയോ? ഇത് പിമ്പിൾസ് ഉള്ള മോളുടെ മുഖത്ത് ചെറുതായിട്ട് അവിടെ ഒരു പിമ്പിൾസ് ഉണ്ട്. അത് ഡാൻഡ്രഫ് കാരണമാണ് അത് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. ആയിരിക്കും. പക്ഷേ ഡാൻഡ്രഫൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതിന് പ്ലം എന്നുള്ള ഒരു ക്രീമാണ്. ഇതിന് വന്നിട്ട് 475 വരുന്നുണ്ട്. വളരെ ചെറിയ ട്യൂബാണ്. അപ്പോൾ ഇത് തേച്ച് കഴിയുമ്പോഴേക്കും മാർക്സ് എല്ലാം പോകുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് മുഴുവൻ മുഖത്ത് ഇടാനുള്ളതാണ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നന്നായി മുഖം കഴുകിയതിന് ശേഷം ആ പിമ്പിൾസുള്ള ഭാഗത്ത് മാത്രം, ആ സ്പോട്ടിൽ മാത്രമേ തേക്കാൻ പാടുള്ളൂ കേട്ടോ. തേച്ച് ഓവർനൈറ്റ് വിടുക. രാവിലെ അത് തേച്ച് കഴുകുക. ഈ ട്യൂബ് കഴിയുമ്പോഴേക്കും മാർക്സും പിമ്പിൾസും എല്ലാം പോകുമെന്നാണ് അവർ പറഞ്ഞത്. അടുത്തത് പാസ്ത വാങ്ങിയിട്ടുണ്ട്. 2 ഫ്ലേവർ പാസ്ത വാങ്ങിയിട്ടുണ്ട്. ഒന്ന് മസാല, ഒന്ന് ക്രീമി കോൺ ആൻഡ് അതർ ഈസ് മസാല. അത് ഞാൻ അരിപ്പ വാങ്ങിയെന്ന് പറഞ്ഞത് കേട്ടോ. ഇത് വലിയൊന്നുമില്ല, വളരെ സിമ്പിൾ. എത്ര? 18 18 ഉള്ളൂ. അതൊന്നും, ഇത് ജസ്റ്റ് 2 വിം. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സോവിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം വിം ബാർ ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകാനാണ് കേട്ടോ. കുറച്ചുകൂടി നല്ലൊരു തിളക്കം കിട്ടുന്നത് വിം ബാറാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് കാരണം വിം ബാർ കൂടി വാങ്ങി. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനി വേറെ 2-3 ഐറ്റം കൂടി ഉണ്ട്, കാണിച്ചു തരാൻ. ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഐബ്രോ മാത്രം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് 40 ആണ് വില വരുന്നത്. 40 rupees. ഇവിടെ കാണുന്നുണ്ടോ? ക്ലിയറായിട്ട് കാണുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. 40 rupees ആണ്. പിന്നെ അതുകൂടാതെ പിന്നെ ഞാനൊരു കോമ്പാക്റ്റ് പൗഡർ വാങ്ങി. അതൊന്ന് ഫിറ്റ്മി ആണ്. ഏതിൻ്റെയാണ്? മെബലിൻ്റെ ഫിറ്റ്മി ആണ്. 109 ആണ് കേട്ടോ ഷെയ്ഡ്. അപ്പോൾ ഇതിന് 199 ആണ്. അതൊന്ന് തുറന്ന് കാണിക്കേ. അതാ ഉണ്ടോ ഫിറ്റ്മി? അത് തുറന്ന് കാണിക്കേ. നല്ല ഷെയ്ഡാണ്. ഇതിൽ മോയ്സ്ചറൈസിങ്ങും കൂടി ഇതിൽ ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ശരിക്കും അങ്ങനെ ഒരു പൗഡർ ഇട്ട പോലെ ഉണ്ടാവില്ല. കുറച്ചൊരു ക്രീമി സ്ട്രക്ചർ ഉണ്ട് ഇതിന്. അപ്പോൾ കുറച്ച് നാച്ചുറലായിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, 199 ആണ്.
അടുത്തത് എടുക്ക്. അടുത്തത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. ലോറിയലിൻ്റെയാണ്. നല്ല മെബലിൻ ആണെങ്കിൽ ന്യൂയോർക്ക് പ്രൊഡക്റ്റാണ്. ഇതെന്ന് പറയുമ്പോൾ ലോറിയലും ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റാണ്. ലോറിയൽ അറിയുന്നവർക്കെല്ലാം നന്നായിട്ട് അറിയാം. പക്ഷേ കോസ്റ്റ്ലിയാണ് കേട്ടോ. ഈ കോമ്പാക്റ്റ് പൗഡർ വന്നിട്ട് എത്ര രൂപ അതിൽ കാണിച്ചാൽ 725 ആണ്. പക്ഷേ കുറച്ചുകൂടി നാച്ചുറലായിട്ട് തോന്നട്ടെ. ഇത് ഇട്ട് നോക്കിയപ്പോൾ മുഖത്ത് നമുക്ക് വല്ല ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട ശേഷം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് മുഖത്തിന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് നമ്പർ എത്രയാണ്? അതിൽ നമ്പറൊന്നും കാണാനില്ല. ട്രൂ മാച്ച് എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ലോറിയൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. അതിൽ ഷെയ്ഡ് നമ്പർ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നലെ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഇന്നലെ ഇത്ര സാധനങ്ങളെ വാങ്ങിയുള്ളൂ. ഇതൊക്കെയാണ് വാങ്ങിയത്. ഇത് തന്നെ ഒരുപാട് പൈസയായി. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായി. ബഡ്ജറ്റ് ഇട്ടതിനേക്കാളും കൂടുതലായി ഇന്നലെ പോയി വരുമ്പോഴേക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.